ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മൂവി ഞാൻ ശ്രീകുമാർ തിയേറ്ററിൽ 24 വർഷം മുമ്പ് ആഘോഷിച്ച ചിത്രം. ഇത് ഡബിൾ മാസ്, ഒരു രക്ഷയില്ല. തിയേറ്ററൊക്കെ എന്ത് മമ്മൂട്ടിയുടെ എഫക്റ്റ്, ഡയലോഗ്. നാണക്കേടെന്നൊന്നും പറയില്ല ബ്രോ. പാലേരി മാണിക്യം എന്ന് പറയുന്നത് ഒരു ഓഫ് ബീറ്റ് പടമാണ്. അതിപ്പം വേറൊരു വലിയ നടൻ്റെ ഓഫ് ബീറ്റ് പടം ഇറക്കിയാലും അതിനത്ര അങ്ങനത്തെ രീതിയിലെ ആൾക്കാർ കാണുള്ളൂ. പഴയതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അടിപൊളിയായിരിക്കും. മമ്മൂട്ടിയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, തിയേറ്റർ മൊത്തം ഇളകി മറിഞ്ഞു. അറ്റ്മോസിൽ മമ്മൂട്ടിയുടെ വലിയേട്ടൻ ഡബിൾ പഞ്ചോട് കൂടി പണ്ട് നമ്മൾ ശ്രീകുമാർ തിയേറ്ററിൽ 24 വർഷം മുമ്പ് ആഘോഷിച്ച ചിത്രം. ഇത് ഡബിൾ മാസ്, ഒരു രക്ഷയില്ല. തിയേറ്ററൊക്കെ എന്ത് മമ്മൂട്ടിയുടെ എഫക്റ്റ്, ഡയലോഗ്, പഞ്ച് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അത്രയും എഫക്റ്റിൽ 4K അറ്റ്മോസിൽ തന്നെ ഈ പടം കാണണം. ഭയങ്കര ആഘോഷം. പിന്നെ ഈ ക്രൗഡ് മനസ്സിലായില്ലേ, 10-50 പ്രാവശ്യം കണ്ട ഫിലിമാണ്. എന്നാലും ഒരു റിലീസിങ് ദിവസത്തെ അതേ അറ്റ്മോസ്ഫിയറാണ് ഇപ്പോഴും നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ പഞ്ചെന്ന് ഒരു രക്ഷയില്ല. ഡയലോഗ് ഭയങ്കര എഫക്റ്റ് തിയേറ്ററിനകത്ത്. ഗംഭീരമായിട്ടുണ്ട്. ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മൂവി ഞാൻ 4K സ്പടികവും കണ്ടിട്ടുണ്ട്, വല്യേട്ടനെ കണ്ടിട്ടുണ്ട്. സ്പടികം അടിപൊളിയായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ബെറ്റർ ആക്കാൻ അവർ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒരു പടം 4K ഓൾറെഡി ഇറങ്ങിയതുകൊണ്ട് വീണ്ടും ഒരു പടം ഇറങ്ങുമ്പോൾ കുറേ കൂടെ ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ അതിൽ നല്ല രീതിയിൽ സൗണ്ട് മിക്സിങ്, അതെനിക്കൊന്ന് യൂസി പോയാണ് സൗണ്ട് മിക്സിങ്ങും ഡോൾബി അറ്റ്മോസും. പിന്നെ അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് എടുത്ത് പറയേണ്ട കാര്യമാണ്. നന്നായിട്ട് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പുതിയ മൂവി കാണുന്ന എങ്ങനെയാണോ എന്നുള്ള രീതിയിലാണ്. കാരണം പഴയ പടമാണെന്നുള്ളൊരു ഫീൽ വരുന്നില്ല. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നത് 4K തിയേറ്റേഴ്സിൽ മാത്രമേ ഈ പടം കാണാവൂ. ടി വിയിൽ നിന്നിട്ട് കണ്ടിട്ടായിരുന്നു OTT വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്തത്. രണ്ടാമത്തെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പടം ട്രിവാൻഡ്രത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഏരീസ് ഫ്ലെക്സ് OD 1 കാണണം. ഒരു രക്ഷയില്ല. OD 1 സ്ക്രീനിൽ മമ്മൂട്ടി നിറഞ്ഞിങ്ങനെ ആടി താണ്ഡവമാണ്. അതാണ് കൊള്ളാം, അടിപൊളി, സൂപ്പർ. പഴയതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അടിപൊളിയായിരിക്കും, സൂപ്പറായിട്ടുണ്ട്. പണ്ട് ശ്രീകുമാർ, ഇപ്പോൾ 24 വർഷത്തിന് ശേഷം ഇവിടെ കണ്ടു. കൊള്ളാം, അടിപൊളി. ഭയങ്കര ക്വാളിറ്റി. ഇപ്പോൾ 4Kയിലല്ലേ ഇറങ്ങിയത്. കൊള്ളാം, അടിപൊളി. കൊള്ളാം ബ്രോ, നല്ല പടമല്ലേ. നമ്മൾ അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം പൊളിയല്ലേ. മമ്മൂക്കയുടെ ഇൻട്രോയും ടൈറ്റിലിനെ തുടങ്ങും ഗൂസ് ബമ്പ്, പിന്നെ അങ്ങോട്ട് ഗൂസ് ബമ്പ് തന്നെ. പടം കൊള്ളാം, നല്ല പടം. നല്ല പടം എന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വിയിൽ ഞാൻ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല, ഞാൻ ചെറിയ സ്ക്രീനിലേ കണ്ടിട്ടുള്ളൂ. അത് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും അതിൻ്റേതായ ഒരു ഹൈ ഒക്കെ കിട്ടുന്നുണ്ട്. കൊള്ളാം. BGM ടൈറ്റിലൊക്കെ കാണിക്കുന്ന BGM ഒക്കെ അടിപൊളിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നിന്നേ തുടങ്ങും ഗൂസ് ബംസ്. ആസ് എ മമ്മൂട്ടി ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് കുറേ കൂടെ സംഭവമായിരുന്നു. നാണക്കേടെന്നൊന്നും പറയില്ല ബ്രോ. പാലേരി മാണിക്യം എന്ന് പറയുന്നത് ഒരു ഓഫ് ബീറ്റ് പടമാണ്. അതിപ്പം വേറൊരു വലിയ നടൻ്റെ ഓഫ് ബീറ്റ് പടം ഇറക്കിയാലും അതിനത്ര അങ്ങനത്തെ രീതിയിലെ ആൾക്കാർ കാണുള്ളൂ. ഇത് ഒരു മാസ് മസാല പടമാണ്, അതിൻ്റേതായ രീതിയിൽ വരും. അതിന് ഏത് പടം ഇറക്കിയെന്നാലും ശരി, ഓഫ് ബീറ്റ് പടമാകുമ്പോൾ അതിൻ്റേതായ പുതിയൊരു പടം റിലീസായ എന്താണ് അവസ്ഥ, അത് തന്നെയാണത്. പാലേരി മാണിക്യം എന്നൊക്കെ പറയുന്ന കൾട്ട് പടമാണ്. അത് പിന്നെ എല്ലാവരും വന്ന് കാണണമെന്നില്ല, അതിലൊന്നും കാര്യമില്ല. രക്ഷയില്ല ബ്രോ. 4K വീഡിയോയിലായതുകൊണ്ട് ഒരു രക്ഷയില്ല. പഴയത് കണക്കൊന്നുമല്ല. തിയേറ്ററിൽ വന്ന് തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. കൈരളി TV കാണുന്നത് പോലെ അല്ല ബ്രോ. ഇവിടെ വന്ന എക്സ്പീരിയൻസ് ആണ്, എന്നാലേ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു എഫക്റ്റും എല്ലാം മനസ്സിലാവത്തുള്ളൂ. പടം ഒരു രക്ഷയില്ല. പണ്ട് എല്ലാവരും കണ്ടിട്ടുള്ളതുകൊണ്ട് എല്ലാം അറിയാം, കഥയെല്ലാം അറിയാം. പക്ഷേ എന്നാലും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, ഓഫ് കോഴ്സ് യെസ്. അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു 4K എക്സ്പീരിയൻസ് ആയിരുന്ന അടിപൊളിയായിരുന്നു. അത് മമ്മൂട്ടിയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, തിയേറ്റർ മൊത്തം ഇളകി മറിഞ്ഞു. ഷാജി കൈലാസ് എന്ന ബ്രാൻഡിൻ്റെ പീക്ക്, എനിക്ക് 24 വയസ്സേ ഉള്ളൂ. ഷാജി കൈലാസ് എന്ന ബ്രാൻഡിൻ്റെ പീക്ക് ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്നത്. 2000-ൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇത് എപ്പോൾ കാണുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്, പിന്നെ അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ഒരു പവറും കൂടിയുണ്ട്. വേറെ ലെവൽ പടം. അടിപൊളി, അടിപൊളി.